കെ.പി. യോഹന്നാന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം പങ്കുവച്ച് ജോജി തിരുവല്ല എന്ന ആളുടെ കുറിപ്പ്. മധ്യ തിരുവിതാംകൂറിലെ ഒരു പുരാതന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടുതന്നെ പണ്ടുമുതലേ പള്ളികളോടും വിശുദ്ധന്മാരോടും വലിയ സ്നേഹമായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നേരെ പരുമലയിലേക്കോ മണർക്കാടേക്കോ പുതുപ്പള്ളിയിലേക്കോ ഒക്കെ പോകും. ഞാനൊരു ഓർത്തഡോക്സുകാരനാണെങ്കിലും കത്തോലിക്ക സഭ ഓരോ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുമ്പോഴും അവരെ വിളിച്ചും പ്രാർത്ഥിക്കും. ഒരു 90% കാര്യങ്ങളും ഇങ്ങനെ സാധിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അപ്രതീക്ഷിതമായി എൻ്റെ ബിസിനസ് തകർന്നു. വലിയ കടഭാരത്തിലേക്ക് ഞാൻ നീങ്ങി. വീട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. കുടുംബസ്വത്തായി കിട്ടിയ വസ്തുവകകൾ വരെ വിൽക്കേണ്ടി വന്നു. ആവുന്നതെല്ലാം ചെയ്തു, രക്ഷയില്ല. മനസ്സുരുകി പ്രാർത്ഥിച്ചു, രക്ഷയില്ല. ഇതിനിടക്ക് അമ്മക്ക് സുഖമില്ലാതെ ഏതാണ്ട് ഒരാഴ്ചയോളം തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. എൻ്റെ വൈഫാണ് അമ്മക്ക് കൂട്ടിരിക്കുന്നത്. ആശുപത്രിയിൽ വന്നു പോകുന്നതിനിടയിൽ ഒരു മനസമാധാനത്തിനാണ് സമീപത്തെ ബിലീവേഴ്സ് പള്ളിയിൽ കയറി തുടങ്ങിയത്. വല്ലാത്തൊരു ശാന്തതയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ എത്രയോ വിശുദ്ധന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അക്കൂട്ടത്തിൽ കെ.പി. യോഹന്നാൻ തിരുമേനിയെ കൂടി ഉൾപ്പെടുത്തിയാലോ? ഒരു തമാശയ്ക്ക് വെറുതെ ചിന്തിച്ചു. പ്രാർത്ഥന തുടങ്ങി. ഏതാണ്ട് 5 ദിവസങ്ങൾ ഇതുതന്നെ ആവർത്തിച്ചു. അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം എനിക്ക് എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ. ഗൾഫിൽ വർഷങ്ങളായി ബിസിനസ്സാണ് അദ്ദേഹം. മകൻ അമേരിക്കയിൽ ഡോക്ടറാണ്. കുറേ നാളായി ഒപ്പം ചെല്ലാൻ അവൻ അവരെ നിർബന്ധിക്കുകയാണ്. എല്ലാം ഒരു നിമിഷം കൊണ്ട് വേണ്ടെന്ന് വെച്ച് പോകാൻ അദ്ദേഹത്തിനും മടി. ഗൾഫിലേക്ക് ഞാൻ ചെല്ലുകയാണെങ്കിൽ യാതൊരു മുതൽ മുടക്കുമില്ലാതെ തുല്യ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്താമെന്ന ഓഫർ. എൻ്റെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിളിച്ചത്. 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഗൾഫിലെത്തി. അവിടെ ചെന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം എനിക്കൊരു ലോൺ റെഡിയാക്കി തന്നു. അതുപയോഗിച്ച് നാട്ടിലെ കടങ്ങളെല്ലാം വീട്ടി. ഇന്ന് ഞാനിവിടെ പഴയതിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കുന്നു. എല്ലാം അപ്രതീക്ഷിതമായിരുന്നു. നിരാശയുടെ പടുകുഴിയിൽ നിന്നും കെട്ടകാലത്തിൻ്റെ നശിച്ച ഓർമ്മകളിൽ നിന്നും സർവശക്തനായ ദൈവം എൻ്റെ കരം പിടിച്ചു. അതിനെനിക്ക് മധ്യസ്ഥത ചെയ്തത് സാക്ഷാൽ യോഹന്നാൻ തിരുമേനി തന്നെയല്ലേ? ഇതെൻ്റെ അനുഭവസാക്ഷ്യമാണ്. ഇത് വായിക്കുന്ന 99.99% ആളുകളും എന്നെ പരിഹസിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കടന്നുപോയ ആ വലിയ മനുഷ്യനും പരിഹസിക്കപ്പെടും. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് പങ്കുവെച്ചെന്ന് മാത്രം.